ഹലോ, ഓഡിബിൾ ആണോ? കേൾക്കാം സർ. ഓക്കെ. സോ ഗുഡ് ഈവനിങ് എവരിവൺ. സോ ഇന്ന് നമ്മൾ മാസ്റ്റർ ആൻസറിലെ നെക്സ്റ്റ് സിലബസിൽ പറഞ്ഞിട്ടുള്ള ടോപ്പിക്കായ മാസ് ട്രാൻസ്ഫർ തിയറീസ് ആയിരിക്കും നോക്കുന്നത്. കമ്പാരിറ്റീവ്ലി ഒരു ചെറിയൊരു പോർഷനാണ്, പക്ഷേ നിങ്ങൾ കുറേ എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻസ് കെമിക്കലിൻ്റെ റെഫർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈവൻ ദോ ഇത് വളരെ ഒരു ചെറിയ ടോപ്പിക് ആണെങ്കിലും ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് ഉള്ളതായിട്ട് കാണാൻ പറ്റും. അപ്പം മേ ബി ഒരു ഈസി സ്കോറിംഗ് ടോപ്പിക് എന്ന് പറയും. ഇവിടുന്ന് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാനും പറ്റും. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്നിട്ട് അവസാനം ഒരു സമ്മറി ഉണ്ട്, അത് മാത്രം അറിഞ്ഞിരുന്നാൽ തന്നെ നിങ്ങൾക്ക് ഇതിന് ക്വസ്റ്റ്യൻ വന്നാൽ അതിൽ നിന്ന് തന്നെ വരാനാ സാധ്യത കൂടുതൽ. ഓക്കെ, തിയറീസ് ഓഫ് മാസ് ട്രാൻസ്ഫർ. ഫസ്റ്റ് തിയറീസ് ഓഫ് മാസ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചു. ഡിഫ്യൂഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് പഠിച്ചു. ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഒരു സോളിഡ് ഒരു ബീക്കർ ഇരിക്കുകയാണെങ്കിൽ, ഇതൊരു ലിക്വിഡ് ആണെങ്കിൽ നമ്മൾ പഠിച്ച എക്സാമ്പിൾ ഒരു ഇങ്ക് ഇട്ടു. ഇങ്ക് എന്ത് ചെയ്യുന്നു? വളരെ സ്ലോ ആയിട്ട് ഈ വെള്ളം മൊത്തം വ്യാപിച്ച് അവസാനം എന്ത് ചെയ്യും? എല്ലാ സ്ഥലത്തും ഇങ്ക് വ്യാപിക്കും. ഇപ്പം ഇങ്ക് എന്ന് പറഞ്ഞാൽ ഒരു ഒരു മാസ് ഉള്ള ഒരു വസ്തു എന്ന് പറയാം, അല്ലെങ്കിൽ അതിനകത്ത് മോൾസ് അടങ്ങിയ ഒരു വസ്തു എന്ന് പറയാം, ഒരു മാറ്ററാണ്. ആ മാറ്ററിന്റെ ട്രാൻസ്ഫർ മൊത്തത്തിലുള്ള അതിനാണ് ബേസിക്കലി ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. പിന്നീട് നമ്മൾ കണ്ടു ഡിഫ്യൂഷൻ രണ്ട് തരത്തിൽ നടക്കും. സ്വമേധയാ ഉള്ളത് മോളിക്കുലാർ ഡിഫ്യൂഷനും അല്ലാതെ ബൾക്ക് ഡിഫ്യൂഷൻ. അതായത് നമ്മൾ എന്തെങ്കിലും രീതിയിൽ ഈ ബൾക്ക് ലിക്വിഡ് അനക്കി കഴിഞ്ഞാൽ ഫാസ്റ്റ് ആയിട്ട് ഡിഫ്യൂഷൻ നടക്കും. അത് രണ്ടും കണ്ടിരുന്നു. ഇനി മാസ് ട്രാൻസ്ഫർ തിയറീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിഫ്യൂഷൻ നടക്കുമെന്ന് പറഞ്ഞു. ഈ നടക്കുന്നതിന് ഒരു കാരണം വേണ്ടേ? അപ്പൊ ആ എന്ത് കാരണം കൊണ്ടാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നടക്കുന്നത് എന്നൊക്കെ ഡിഫൈൻ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് പല ശാസ്ത്രജ്ഞന്മാരും പല തിയറീസ് പ്രപ്പോസ് ചെയ്തു, എങ്ങനെയാണ് ഇത് നടക്കുന്നതെന്ന്. അപ്പൊ ആ തിയറീസ് ആണ് ഈ ടോപ്പിക്കിൽ നമുക്ക് നോക്കാനുള്ളത്. അതിനകത്ത് ആദ്യത്തെ ടോപ്പിക്ക് എന്ന് പറയുന്നത് ഈ 3 തിയറിയാണ് നോക്കാനുള്ളത്. ഫിലിം തിയറി, പെനട്രേഷൻ തിയറി, സർഫസ് റിന്യൂവൽ തിയറി. ഈ 3 തിയറികളാണ് മേജറായിട്ട് ഉള്ളത്. ഇതിലും കൂടുതൽ തിയറികളുണ്ട്. മേജറായിട്ട് എല്ലാവരും അംഗീകരിക്കപ്പെട്ടിട്ടുള്ള തിയറി ഈ 3 എണ്ണം. അപ്പൊ ആദ്യത്തെ ഫിലിം തിയറി. ഇതിനകത്ത് മെയിനായിട്ട് നിങ്ങൾ ഏത് തിയറി പറയുമ്പോഴും ഓർക്കേണ്ടത് പ്രപ്പോസ് ചെയ്ത ആൾ ആര് അതറിഞ്ഞിരിക്കണം. ഇവരുടെ അസംഷൻസ് എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. ഇക്വേഷൻ ഉണ്ടെങ്കിൽ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. പിന്നെ മോഡൽ പാരാമീറ്റർ എന്ന് പറയും. അതായത് ഈ ഓരോ തിയറികളിലും ഡിഫൈൻ ചെയ്യാൻ ആ പർട്ടിക്കുലർ ശാസ്ത്രജ്ഞൻ ഒരു പർട്ടിക്കുലർ പാരാമീറ്ററിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവും. ഇതിന്റെ എല്ലാം കോറായിട്ട് വരുന്നത് ആ പാരാമീറ്റർ ഏതാണെന്ന് അറിയണം. അപ്പൊ ഈ പഠിക്കുന്ന 4 തിയറികളിലും ഈ 4 കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. ക്വസ്റ്റ്യൻസ് ഈ 4 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിലേ വരത്തുള്ളൂ. അപ്പൊ ആദ്യത്തെ തിയറി നമുക്ക് പഠിക്കാനുള്ളത് ഫിലിം തിയറി. ഫിലിം തിയറി എന്ന് പറയുന്നത് പ്രപ്പോസ് ചെയ്തത് വിറ്റ്മാൻ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞനാണ്. ഫിലിം തിയറി പ്രപ്പോസ് ചെയ്തത് വിറ്റ്മാൻ വർഷം 1923 അദ്ദേഹം ഈ ഒരു തിയറി പ്രപ്പോസ് ചെയ്തത്. ഇനി ഫിലിം തിയറിയിൽ നടക്കുന്നത് പേരിനകത്ത് തന്നെ ഉണ്ട്, ഫിലിം. ഫിലിം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കുറച്ച് ചെറിയ തിക്നെസ് ഉള്ള ഒരു ലെയർ ഓഫ് ഫ്ലൂയിഡ് എന്ന് വേണമെങ്കിൽ പറയാമല്ലോ ഫിലിമിനെ. ഓക്കെ, ഫിലിം തിയറിയിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു സോളിഡ് വെള്ളത്തിലേക്ക് ഇട്ടു, അല്ലെങ്കിൽ ഒരു സോളിഡ് വെള്ളത്തിൽ നിങ്ങൾ മിക്സ് ചെയ്യാൻ വേണ്ടി കൊണ്ടിട്ടു. അന്നേരം സംഭവിക്കുന്നത്
ഏറ്റവും നല്ല ഉദാഹരണമായിട്ട് നിങ്ങൾ ഒരു ബീക്കർ എടുത്തു, നാരങ്ങ വെള്ളമാണെന്ന് വെച്ചോ, ഇത് വെള്ളം, ഇതിനകത്തേക്ക് നിങ്ങൾ ഉപ്പിട്ടു. ഉപ്പാണ് ചുവന്ന കളറിൽ ഞാൻ കാണിക്കുന്നത്, നാരങ്ങ വെള്ളമാണ് നീല കളർ. ഓ, ഇപ്പൊ വന്നോ? ഇപ്പൊ കാണാം. ഓക്കെ, ഈ സ്ക്രീൻ ഷെയർ ചെയ്തില്ലേ പറയണേ, ഞാൻ അറിയത്തില്ല. ഞാൻ ഇത്രയും നേരം പറഞ്ഞ് നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കി? ഓക്കെ, ജസ്റ്റ് ഒന്നുകൂടെ പറയാം. ഓക്കെ, നമ്മൾ മേജറായിട്ട് അപ്പോൾ കാണാൻ പോകുന്നത് തിയറീസ് ഓഫ് മാസ് ട്രാൻസ്ഫർ. തിയറീസ് ഓഫ് മാസ് ട്രാൻസ്ഫറിൽ മെയിനായിട്ടുള്ളത് ഫിലിം തിയറി, പെനട്രേഷൻ തിയറി, സർഫസ് റിന്യൂവൽ തിയറിയാണ്. ഇതിനകത്ത് ഞാൻ പറഞ്ഞ പോലെ ഏത് തിയറി എടുത്താലും പ്രപ്പോസ് ചെയ്ത ആളാര്, ഓരോ തിയറിയുടെ അസംഷൻസ് എന്തൊക്കെ, ഇക്വേഷൻ ഉണ്ടെങ്കിൽ ഇക്വേഷൻ എന്ത്, മോഡൽ പാരാമീറ്റർ ഉണ്ടെങ്കിൽ മോഡൽ പാരാമീറ്റർ എന്ത്, ഈ 4 കാര്യം നിങ്ങൾ എല്ലാ ഇക്വേഷനിലും അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നാൽ ഷുവറായിട്ടും അറ്റംപ്റ്റ് ചെയ്യാം. ഫസ്റ്റ് തിയറി നമ്മൾ പഠിക്കുന്ന ഫിലിം തിയറി. ഫിലിം തിയറിയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഫിലിം തിയറി വിറ്റ്മാൻ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് പ്രപ്പോസ് ചെയ്തത്. ഇദ്ദേഹം 1923 ഇത് പ്രപ്പോസ് ചെയ്തത്. മാത്രമല്ല, ഈ തിയറി ഇദ്ദേഹം പ്രപ്പോസ് ചെയ്തിരിക്കുന്നത് ഡിഫ്യൂഷൻ ബിറ്റ്വീൻ സോളിഡ് ആൻഡ് ഫ്ലൂയിഡ്, സോളിഡ് ഫ്ലൂയിഡ് ഇവർ തമ്മിൽ ഉള്ള ഡിഫ്യൂഷൻ ആണ് ഇദ്ദേഹം ഈ പറയുന്ന ഫിലിം തിയറി പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. സോളിഡും ഫ്ലൂയിഡും ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഏറ്റവും നല്ല ഉദാഹരണം, ഒരു ബീക്കർ നാരങ്ങ വെള്ളം നിങ്ങൾ പിഴിയാൻ പോവാണ്. ഇപ്പോൾ വെള്ളവും നാരങ്ങ പിഴിഞ്ഞതുകൂടെ ഒരറ്റത്ത്, അതിനാണ് നീല കളറിൽ ഞാൻ കാണിച്ചിരിക്കുന്നത്. അതിനകത്തേക്ക് നിങ്ങൾ ഉപ്പോ പഞ്ചസാരയോ ഇടുന്നു. ഉപ്പിട്ടെന്ന് ഇരിക്കട്ടെ, ഉപ്പിനെ ഞാൻ ചുവന്ന കളറിൽ കാണിക്കുന്നു. അപ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങൾ എന്ത് ചെയ്യും? ഒരു നാരങ്ങ വെള്ളം പിഴിഞ്ഞ് ആ വെള്ളത്തിനകത്തേക്ക് ഉപ്പിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം കുറേ ടൈം കഴിയുമ്പോൾ ഉപ്പ് എന്ത് ചെയ്യും? സ്വമേധയാ വെള്ളത്തിലേക്ക് എന്ത് ചെയ്യും? ഡിസോൾവ് ചെയ്തുകൊണ്ടിരിക്കും. കുറേ കഴിയുമ്പോൾ ആ ഉപ്പിനെ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. ഇവിടെ ഡിഫ്യൂഷൻ ആരൊക്കെ തമ്മിലാണ് നടക്കുന്നത്? ഈ വെള്ളത്തിലേക്ക് സോളിഡായ ഉപ്പ് എന്ത് ചെയ്യുക? ഡിഫ്യൂസ് ചെയ്യുമല്ലേ. സോ ഇങ്ങനെയുള്ള സംഭവം, സോളിഡ് ലിക്വിഡ്, ഇങ്ങനെ സോളിഡും ലിക്വിഡും തമ്മിലുള്ള ഇന്റർഫേസ് വരുന്ന സ്ഥലങ്ങളിൽ ഡിഫ്യൂഷൻ എങ്ങനെ നടക്കുന്നു എന്ന് ഡിഫൈൻ ചെയ്യാൻ ആണ് വിറ്റ്മാൻ എന്ന ശാസ്ത്രജ്ഞൻ ഈ തിയറി പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. തിയറിയുടെ പേര് ഫിലിം തിയറി. ഓക്കെ, അപ്പം ഫസ്റ്റ് നിങ്ങളുടെ മനസ്സിൽ വേണ്ടത് ഇതെന്താ? ഫിലിം തിയറി എന്ന് പറയുമ്പോഴേ മനസ്സിൽ വരേണ്ടത് നാരങ്ങ വെള്ളത്തിൽ ഉപ്പിടുന്ന അവസ്ഥ, അതായത് സോളിഡും ഫ്ലൂയിഡും അല്ലെങ്കിൽ സോളിഡും ലിക്വിഡും ആയിട്ടുള്ള ഇന്റർഫേസ് ആണ് വരുന്നത്. ഓക്കെ, ഇനി ഇതിനകത്ത് ഇദ്ദേഹം പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ പാർട്ടുണ്ടല്ലോ, ഇതാണ് സോളിഡ് എന്നിരിക്കട്ടെ, അതായത് ഉപ്പിൻ്റെ സർഫസ് ആയത്. ഈ ഭാഗം എന്ന് പറഞ്ഞാൽ ഫുൾ വെള്ളം, നമ്മുടെ നാരങ്ങ വെള്ളത്തിൻ്റെ വെള്ളം ബൾക്കായിട്ട് മൊത്തത്തിലുള്ള ഭാഗം. ഇദ്ദേഹം പറയുന്നത് ഈ സോളിഡും ഈ ലിക്വിഡും തമ്മിൽ ചേരുന്നിടത്ത് ചെറിയൊരു ഫിലിം ഡെൽറ്റ കൺസിഡർ ചെയ്യുവാണെങ്കിൽ അവിടെ അദ്ദേഹം പറയുന്നത് ഈ എന്തായാലും ഡിസൊല്യൂഷൻ അല്ലെങ്കിൽ ഡിഫ്യൂഷൻ നടക്കുന്നത് എങ്ങനെ? ഈ സോളിഡിൽ നിന്ന് വെള്ളത്തിലേക്ക്. അപ്പം അദ്ദേഹം പറയുന്നത് ഈ ഒരു ചെറിയ ഡെൽറ്റ എന്ന് പറയുന്ന ഒരു ഫിലിം എടുത്താൽ അവിടെ നമുക്ക് എന്ത് അസംഷൻ കൊടുക്കാം? നമ്മൾക്ക് പറയാം ഇവിടെ കോൺസെൻട്രേഷൻ വേരി ചെയ്യുന്നത് ലീനിയർ ആയിരിക്കും, അല്ലെങ്കിൽ ഇവിടെ ലാമിനാർ ഫ്ലോ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം അദ്ദേഹം പറയുന്നത് ഇവിടെ കോൺസെൻട്രേഷൻ എന്തായിരിക്കും? കോൺസെൻട്രേഷൻ ചേഞ്ച് എന്തായിരിക്കും? ലീനിയർ ആയിരിക്കും. അതുകൊണ്ടാണ് ഇത് ഓക്കെ, ഈ ഉപ്പിൻ്റെ അടുത്ത് എന്തായിരിക്കും? ഹൈ കോൺസെൻട്രേഷൻ ആയിരിക്കും. ഉപ്പിൽ നിന്ന് അകലും തോറും എന്ത് ചെയ്യും? കോൺസെൻട്രേഷൻ കുറഞ്ഞ് 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 വരും. ഈ ഒരു ഫിലിം തിക്നെസ് വരെ നമ്മൾ എന്ത് പറയത്തുള്ളൂ? ഇതൊരു ലീനിയർ ആയിട്ടാണ് കോൺസെൻട്രേഷൻ കുറയുന്നത് എന്ന് പറയും. ബാക്കി ഇങ്ങോട്ടേക്ക് ഫ്ലൂയിഡിലെല്ലാം എന്ത് ഓൾമോസ്റ്റ് സെയിം കോൺസെൻട്രേഷൻ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യും. ഇപ്പോൾ വെള്ളത്തിൻ്റെ ബൾക്കിലുള്ള കോൺസെൻട്രേഷൻ CB എന്നും സോളിഡിൻ്റെ സർഫസ് അല്ലെങ്കിൽ ഇൻ്റർഫേസിലുള്ള സോളിഡിൻ്റെ കോൺസെൻട്രേഷന് CAയുടെ ഇൻ്റർഫേസിലുള്ള കോൺസെൻട്രേഷൻ എന്നും പറയാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ തുടക്കം പഠിച്ച ഡിഫ്യൂഷൻ്റെ മോളിക്കുലാർ ഡിഫ്യൂഷൻ്റെ ഫോർമുല എന്തായിരുന്നു?
ജെ എ ഈസ് ഈക്വൽ ടു മൈനസ് ഡി എ ബി ഡി സി എ ബൈ ഡി സെഡ്. എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ സംഭവം. ഇങ്ങനെയാണ് നമ്മളവിടെ മോളിക്കുലർ ഡിഫ്യൂഷൻ പഠിച്ചത്. ഇപ്പം ഞാൻ പറഞ്ഞു അവിടെ എന്തുണ്ട്, അവിടെ ഒരു കോൺസെൻട്രേഷൻ്റെ ഡിഫറൻസ് വേണം എങ്കിൽ മാത്രമേ ഡിഫ്യൂഷൻ നടക്കൂ. അപ്പോൾ ഇവിടെ നോക്കി, സോളിഡ് സർഫസിൽ CaI, ഫ്ലൂയിഡിൽ CaB. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഇടയിൽ എങ്ങനെയാണെന്ന് വിറ്റ്മാൻ പറയുന്നത് ലീനിയർ ആയിരിക്കുമെന്ന് നിങ്ങൾക്ക് അസ്യൂം ചെയ്യാം. ഇവിടെ എടുത്ത സാധനം സ്റ്റാഗ്നൻ്റ് ഒരു ഫിലിം, അതിനെ ഡെൽറ്റ കൊണ്ട് ഡിനോട്ട് ചെയ്തു. അപ്പോൾ ആ ലീനിയർ പ്രൊഫൈൽ ആണ് ആ ഫിലിമിനകത്ത് എന്ന് വേണമെങ്കിൽ അസ്യൂം ചെയ്യാമെന്ന് ആര് പറയുന്നത്, വിറ്റ്മാൻ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ പറഞ്ഞത്. ഓക്കെ, ഇനി ഇതിനകത്ത് മേജറായിട്ട് നോക്കാനുള്ളത് നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു ഈ കാര്യം. മാസ് ട്രാൻസ്ഫർ ഡിസോൾഡ് ഫ്രം എ സോളിഡ് സർഫസ് ടു ഫ്ലോയിങ് ഫ്ലൂയിഡ് ആണ്. കോൺസെൻട്രേഷൻ ഡിക്രീസസ് ഫ്രം ഏതിന്ന് ഏതിലേക്ക്, CaI ടു CaB. CaI എന്ന് പറഞ്ഞാൽ ഉപ്പിൻ്റെ സർഫസ്, ഇത് ഉപ്പാണെങ്കിൽ ഉപ്പിൻ്റെ കോൺസെൻട്രേഷൻ ഇൻ ഉപ്പിൻ്റെ സർഫസ്. CaB എന്ന് പറഞ്ഞാലോ ഉപ്പിൻ്റെ കോൺസെൻട്രേഷൻ ഇൻ ആ നാരങ്ങ വെള്ളം. ഇതിൻ്റെ ഇടയിൽ എങ്ങനെ അസ്യൂം ചെയ്യാമെന്ന വിറ്റ്മാൻ പറഞ്ഞത്, ലീനിയർ ആയിട്ടാണെന്ന് അസ്യൂം ചെയ്യാമെന്ന് അദ്ദേഹം പറഞ്ഞു. ഓക്കെ, ഇനി ഇതിൻ്റെ അസംഷനിൽ വിറ്റ്മാൻ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇനി നമ്മളെ കോൺസെൻട്രേഷൻ വിറ്റ്മാൻ ഫുൾ കോൺസെൻട്രേറ്റ് ചെയ്തത് ഈ ഒരു ഭാഗത്താണ്. കാരണം ഇവിടെ CaIയും ഇവിടെ CaBയും, ഇവിടെ എല്ലാം CaB. അപ്പോൾ പിന്നെ ഇവിടെ ഡിഫ്യൂഷൻ നടക്കുമോ? ഇല്ല. കാരണം നമ്മൾ പറഞ്ഞു കോൺസെൻട്രേഷൻ ഡിഫറൻസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ്റെ ഡിഫറൻസ്. അപ്പോൾ ഈ തിൻ ഫിലിം ഡെൽറ്റ, അതിനകത്താണ് എന്ത് നടക്കുന്നത്, ഡിഫ്യൂഷൻ നടക്കുന്നത്. ഇനി വിറ്റ്മാൻ ഫുൾ ഫോക്കസ് ചെയ്തത് ഈ ഫിലിമിൽ അദ്ദേഹം പറയുന്നത് ഇവിടെ എന്ത് ഡിഫ്യൂഷൻ മാത്രമാണ് നടക്കുന്നത്, പ്യുവർ മോളിക്കുലാർ ഡിഫ്യൂഷൻ. എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ടോട്ടൽ ഡിഫ്യൂഷൻ NA എന്ന് പറഞ്ഞാൽ ആരൊക്കെ ചേരുന്നതാണെന്നാണ് പറഞ്ഞത്, മോളിക്കുലാർ ഡിഫ്യൂഷൻ, സ്വമേധയാ ഡിഫ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ കലങ്ങുന്നത്, പ്ലസ് ആ വെള്ളം ഇട്ട് കലക്കി കഴിഞ്ഞാൽ ആ ബൾക്ക് കിടന്ന് കലങ്ങുന്നതുകൊണ്ട് എന്ത് ചെയ്യും, കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ട് ഡിഫ്യൂസ് ചെയ്യും. അതിന് കൺവെക്റ്റീവ് ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞു. കൺവെക്റ്റീവ് ഡിഫ്യൂഷൻ്റെ പാർട്ട് NXA. ഇപ്പോൾ സ്വമേധയാ കറങ്ങുന്ന മോളിക്കുലർ ഡിഫ്യൂഷൻ പ്ലസ് കൺവെക്റ്റീവ് ഡിഫ്യൂഷൻ ചേരുന്നതാണ് ഓവറാൾ ഡിഫ്യൂഷൻ, അല്ലെങ്കിൽ ഓവറാൾ ഡിഫ്യൂഷൻ ഡിഫൈൻ ചെയ്യുന്ന ടോട്ടൽ മോളിക്കുലാർ ഫ്ലക്സ് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി വിറ്റ്മാൻ പറയുന്നത് എന്താ, ഫിലിമിനകത്ത് മോളിക്കുലാർ ടൈമിൽ, അതായത് മോളിക്കുലാർ ഡിഫ്യൂഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏത് സീറോ ആവും, കൺവെക്റ്റീവ് സാധനം സീറോ ആവും. അതായത് ഈ ഫിലിമിനകത്ത് എന്തായിരിക്കും, ടോട്ടൽ മോളാർ ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ആര് മാത്രം, മോളിക്കുലാർ ഡിഫ്യൂഷൻ കൊണ്ട് മാത്രം. അതായത് നമ്മൾ ഈ പറഞ്ഞ സാധനം ഇത് സീറോ ആവും. NA = JAക്ക് തുല്യമാണെന്തോ ഇതിനകത്ത്. ഇപ്പോൾ ഫസ്റ്റ് അസംഷൻ അദ്ദേഹം പറയുന്നത് പ്യുവർ മോളിക്കുലാർ ഡിഫ്യൂഷൻ ത്രൂ സ്റ്റാഗ്നന്റ് ഫിലിം ഓഫ് തിക്നെസ് ഡെൽറ്റ അറ്റ് ദി ഫേസ് ബൗണ്ടറി. അപ്പോൾ ഇവിടെ പ്യുവറായിട്ട് എന്താ നടക്കുന്നത്, മോളിക്കുലാർ ഡിഫ്യൂഷൻ മാത്രമാണ്. രണ്ടാമത്തെ അസംഷൻ അദ്ദേഹം പറയുന്നത് ഇതെന്താണ്, ഇതൊരു സ്റ്റഡി സ്റ്റേറ്റ് മാസ് ട്രാൻസ്ഫറാണ്. അതായത് ഏത് സമയം, അതായത് ഇപ്പോൾ 5 മിനിറ്റ് കൊണ്ടാണ് ഈ ഫുൾ ഡിഫ്യൂഷൻ നടന്നതെങ്കിൽ, ഇതിനകത്ത് ആദ്യത്തെ മിനിറ്റ് എടുത്താലും, രണ്ടാമത്തെ മിനിറ്റ് എടുത്താലും, മൂന്നാമത്തെ മിനിറ്റ് എടുത്താലും, 5ാമത്തെ മിനിറ്റ് എടുത്താലും, ഇതിനകത്തുള്ള ഏത് 1 മിനിറ്റ് എടുത്താലും നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ നടക്കുന്ന ഡിഫ്യൂഷൻ്റെ റേറ്റ് എന്തായിരിക്കും, സെയിം ആയിരിക്കും. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് ഇവിടെ എന്ത് ഡിഫ്യൂഷനാണ് നടക്കുന്നത്, സ്റ്റഡി സ്റ്റേറ്റ് മാസ് ട്രാൻസ്ഫർ ആണ് നടക്കുന്നത്. അപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 അസംഷൻസ് ഓർക്കണം. ഒന്ന് പ്യുവർ മോളിക്കുലാർ ഡിഫ്യൂഷൻ ആണ്, രണ്ടാമത്തത് സ്റ്റഡി സ്റ്റേറ്റ് ആണ് ഫിലിം തിയറിയിൽ. ഈ 3 നമ്മൾ ഓൾറെഡി പറഞ്ഞു. എന്താ, പ്യുവർ മോളിക്കുലാർ ഡിഫ്യൂഷൻ ആണെങ്കിൽ കൺവെക്റ്റീവ് ഡിഫ്യൂഷൻ്റെ ടേം ആയ N/X എന്തായിരിക്കും, 0 ആയിരിക്കും, ഓൾമോസ്റ്റ് നെഗ്ലിജിബിൾ, സ്മോൾ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഈ 3 അസംഷൻസ് നിങ്ങൾ ഓർത്തിരിക്കുക. ഇപ്പോൾ നമ്മൾ ആരാ പറഞ്ഞതെന്ന് പറഞ്ഞു, വിറ്റ്മാനാണ് പറഞ്ഞത്. അതിൻ്റെ അസംഷൻസ് 3 പറഞ്ഞു. ഇതിൻ്റെ മോഡൽ പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ ഇതിനകത്തെല്ലാം ഇദ്ദേഹം ഡിഫൈൻ ചെയ്ത എന്തോ, ഈ ഫിലിമിന് ഒരു തിക്നെസ് ഉണ്ട്, ഇതിനുള്ളിലുള്ള കാര്യങ്ങളല്ലേ പറയുന്നത്. ആ ഫിലിം തിക്നെസ്സിന് അദ്ദേഹം സ്റ്റാഗ്നന്റ് ഫിലിം എന്നാണ് പറഞ്ഞത്. ആ തിക്നെസ്സിനെ ഡെൽറ്റ എന്ന ടേം കൊണ്ടാണ് ഡിഫൈൻ ചെയ്തത്. അപ്പോൾ ഇതിനകത്തുള്ള മോഡൽ പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ ഡെൽറ്റയാണ്. ഓക്കെ, ഇനി ഇദ്ദേഹത്തിൻ്റെ ഇക്വേഷൻ എന്താ, നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. നമ്മൾ പറഞ്ഞു എന്താ, NA ഓവറാൾ മോളാർ ഫ്ലക്സ് എന്ത് മാത്രമാണ്,
ജെ എ മാത്രമോ? ജെ എ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, മോളിക്കുലാർ ഡിഫ്യൂഷൻ എന്താണ് ഫോർമുല? ജെ എ ഈസ് ഈക്വൽ ടു മൈനസ് ഡി എ ബി ഇൻറ്റു ഡി സി എ ബൈ ഡി സെഡ്. ഓർമ്മയുണ്ടോ? നിങ്ങളെല്ലാം ആദ്യത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് ഇത് കാണുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ നിങ്ങൾ ആ ക്ലാസ് ഒന്ന് റെഫർ ചെയ്യുക. ഇതിനെ നമ്മൾ എന്ത് ചെയ്തിരുന്നു? രണ്ട് സൈഡും ഇൻ്റഗ്രേഷൻ ചെയ്തപ്പോൾ നമുക്ക് ഫൈനലി ഒരു ഉത്തരം കിട്ടിയിരുന്നു. ഓവറാൾ മോളാർ ഫ്ലക്സ് എൻ എ ഈസിക്കൽ ടു ജെ. അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടിയത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കെ സി ഇൻറ്റു ഡെൽറ്റ സി എന്ന് കിട്ടിയിരുന്നു. കെ സി ഇൻറ്റു ഡെൽറ്റ സി. കെ സി എന്തായിരുന്നു? മാസ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻറ്റ്. കെ സി നമ്മൾ ഡിഫൈൻ ചെയ്തത് എന്തായിരുന്നു? ഡി എ ബി ബൈ സെഡ് എന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. നമ്മൾ 4 മാസ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻറ്റ് പഠിച്ചു. കെ സി, കെ എക്സ്, കെ വൈ, കെ ജി. ഇവർ തമ്മിലുള്ള റിലേഷൻസും പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ്? കെ എക്സ് ഈസ് ഈക്വൽ ടു സി കെ സി, കെ ജി ഈസ് ഈക്വൽ ടു പി ടി കെ വൈ. ഇത് രണ്ടും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. സോറി, കെ വൈ ഈസ് ഈക്വൽ ടു പി ടി കെ ജി, നമ്മളതും പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങൾക്കറിയാം. എൻ എ ഈസ് ഈക്വൽ ടു കെ സി ഇൻറ്റു ഡെൽറ്റ സി ആണ്. കെ സിയുടെ വാല്യൂ നമുക്കറിയാം, ഡി എ ബി ബൈ സെഡ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് ഫൈനലി നിങ്ങൾക്ക് ഈ ഇക്വേഷൻ ഓൾറെഡി അറിയാം, അത് പഠിക്കണം. ഇനി ഇതൊന്നുമല്ല, ഇതിനകത്ത് നിങ്ങൾ ഓർക്കേണ്ട കാര്യം, ഇവിടെ മാസ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻറ്റ് കെ സി ഡി എ ബി. ഡി എ ബിയുടെ പേരെന്തായിരുന്നു? ഡിഫ്യൂസിവിറ്റി അല്ലെങ്കിൽ ഡിഫ്യൂഷൻ കോഎഫിഷ്യൻറ്റ്. ഇവർ തമ്മിൽ എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്? കാരണം കെ സി എന്ന് പറയുന്നത് എന്താ? ഡി എ ബി ബൈ ഡെൽറ്റ അല്ലേ. അപ്പം കെ സിയും ഡി എ ബിയും തമ്മിൽ എന്തോ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡി എ ബി. അപ്പോൾ ഫിലിം തിയറിയിൽ കെ സി പ്രൊപ്പോർഷണൽ ടു ഡി എ ബി ആണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റാ. ഗേറ്റിൻ്റെ മിനിമം 5 or 6 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് ഈ കെ സിയും ഡിഫ്യൂഷൻ കോഎഫിഷ്യൻറ്റ്, മാസ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻറ്റും ഡിഫ്യൂഷൻ കോഎഫിഷ്യൻ്റ് അല്ലെങ്കിൽ ഡിഫ്യൂസിവിറ്റിയും തമ്മിൽ എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്? ഫിലിം തിയറിയിൽ അതെങ്ങനെയാണ്? കെ സി പ്രൊപ്പോർഷണൽ ടു ഡി എ ബി. ഇത്രയും കാര്യങ്ങളാണ് ഫിലിം തിയറി നിങ്ങൾ ഓർക്കേണ്ടത്. ഇത് കൊണ്ടുവന്നത്, പ്രപ്പോസ് ചെയ്തത് വിറ്റ്മാൻ ആണ്. ഇത് എവിടെ നടക്കുന്നത്? സോളിഡും ലിക്വിഡും തമ്മിലുള്ള ഇൻ്റർഫേസിലാണ്. അതുപോലെ അവിടെ ഒരു തിൻ ഫിലിം എടുത്തു. ആ ഫിലിമിൻ്റെ ഇത് ഡെൽറ്റയാണ്. അതാണ് അതിൻ്റെ മോഡൽ പാരാമീറ്റർ. ഇനി 3 അസംഷൻസ് അയാൾ പറഞ്ഞു. എന്താ? ഈ ഫിലിമിനകത്ത് എങ്ങനെയാണ് നടക്കുന്നത്? പ്യുവർ മോളിക്കുലാർ ഡിഫ്യൂഷൻ. അവിടെ കൺവെക്റ്റീവ് പാർട്ടില്ല, സ്വമേധയുള്ള ഡിഫ്യൂഷൻ മാത്രമാണ്. 2 സ്റ്റഡി സ്റ്റേറ്റ് ആണ്. പിന്നെ പ്യുവർ മോളിക്കുലാർ ഡിഫ്യൂഷൻ ആയതുകൊണ്ട് എന്തില്ല? കൺവെക്റ്റീവ് പാർട്ട് ഇല്ല. പിന്നീട് ഇക്വേഷൻ നമ്മൾ കണ്ടു, എൻ എ ഇസിക്കൽ ടു ജെ എ പ്ലസ് എൻ എക്സ് എ. നമുക്കറിയാം അതാണ് ടോട്ടൽ മോളാർ ഫ്ലക്സ്. കൺവെക്റ്റീവ് പാർട്ട് പോയി. അപ്പോൾ എൻ എ ഇസിക്കൽ ടു ജെ എ. ജെയുടെ ഫോർമുല നമുക്കറിയാം, കെ സി ഇൻറ്റു ഡെൽറ്റ സി. കെ സി മാസ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻറ്റ് നമുക്കറിയാം, വാല്യൂ ഡി എ ബി. അതിൽ നമുക്ക് എന്ത് കിട്ടി? കെ സി പ്രൊപ്പോർഷണൽ ടു ഡി എ ബി ആണെന്ന് കിട്ടി. അപ്പം ഇതിനകത്ത് ഈ ഞാൻ മാർക്ക് ചെയ്ത കാര്യങ്ങളെല്ലാം ഇമ്പോർട്ടൻ്റാ. ഇത് ഒരു 5 സ്റ്റാർ കെ സി പ്രൊപ്പോർഷണൽ ഡി എ ബി ഉള്ള കാര്യം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ തിയറി നമ്മൾ കഴിഞ്ഞു. രണ്ടാമത്തെ തിയറി ഈസ് പെനട്രേഷൻ തിയറി. പെനട്രേഷൻ തിയറി. ഇപ്പം ആദ്യത്തെ ഫിലിം തിയറി എവിടെയൊക്കെയായിരുന്നു? സോളിഡ് ലിക്വിഡ് ഇൻ്റർഫേഴ്സ്, അതായത് നാരങ്ങ വെള്ളത്തിൽ ഉപ്പിട്ടാലുള്ള സംഭവം. ഇവിടെ അതല്ല, ഇവിടെ ലിക്വിഡ് ഗ്യാസ് ഇൻ്റർഫേസ്. ലിക്വിഡ് ഗ്യാസ് ഇവിടെ സോളിഡ് ഒന്നുമില്ല, ലിക്വിഡും ഗ്യാസും തമ്മിൽ ഉള്ള ഇൻ്റർഫേസ്. അതായത് ഏത് വരാം? മേ ബി നമ്മുടെ ഒരു വെള്ളം, നോർമൽ ഒരു ഓക്സിജൻ നിറഞ്ഞ ഒരു വെള്ളം തുറന്നു വെച്ചാൽ എന്ത് പറ്റും? അറ്റ്മോസ്ഫിയറും ഇവിടെ വാട്ടറും അറ്റ്മോസ്ഫിയറിലെ ഓക്സിജനും തമ്മിലുള്ള ആ ബന്ധം, അത് വേണമെങ്കിൽ എന്ത് പറയാം? ഈ ഒരു ഇതിൻ്റെ കേസിൽ പറയാം, പെനട്രേഷൻ തിയറി. പെനട്രേഷൻ തിയറി ഫസ്റ്റ് ചോദ്യം ആര് പ്രപ്പോസ് ചെയ്തു? പ്രപ്പോസ് ബൈ ഹിഗ്ബി. പ്രപ്പോസ് ചെയ്തത് ഹിഗ്ബി ആണ്. രണ്ടാമത്, ഈ തിയറിയിൽ, പെനട്രേഷൻ തിയറിയിൽ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതൊരു ലിക്വിഡ് സർഫസ് ആണെന്ന് വെച്ചോ. അതായത് ഈ ഒരു വരയിട്ടതിൻ്റെ താഴെ ഫുള്ള് വെള്ളമാണ്, ഇതിൻ്റെ വെളിയിൽ എന്താ? ഗ്യാസ്. ഇവിടെ സംഭവിക്കുന്നത് ഹിഗ്ബി പറയുന്നതെന്ന് പറഞ്ഞാൽ, ഇതിനകത്തുള്ള കോൺസെൻട്രേഷൻ കൂടിയ ആള്,
ഫോർ എക്സാമ്പിൾ ഞാൻ പറയുന്നു ഈ വെള്ളത്തിനകത്ത് ഓക്സിജന്റെ അളവ് ഭയങ്കര കൂടുതലാണെന്ന് വെച്ചോ. ഇപ്പൊ ഇത് ഓക്സിജൻ, ഈ വെള്ളം ഫുൾ ഹൈലി എയറേറ്റഡ് വെള്ളം, അതായത് മൊത്തം ഓക്സിജനാ. അപ്പൊ ഇവിടെ ഇഷ്ടം പോലെ ഓക്സിജൻ ഇതിനകത്ത് കിടക്കുക. ഇതിനെ ഞാൻ പെട്ടെന്ന് എന്ത് ചെയ്തു, അറ്റ്മോസ്ഫിയറിലേക്ക് എക്സ്പോസ് ചെയ്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു ഈ തുറന്നു വെച്ച അറ്റ്മോസ്ഫിയറിൽ ഇവിടെ ഓക്സിജൻ കണ്ടന്റ് പൊതുവെ എന്തുവാ, കുറവാ. അന്നേരം എന്ത് പറ്റും, അഗെയിൻ നമ്മുടെ ഡിഫ്യൂഷൻ എന്തുവാ, കോൺസെൻട്രേഷൻ കൂടിയ സ്ഥലത്ത് നിന്ന് കോൺസെൻട്രേഷൻ കുറഞ്ഞ സ്ഥലത്തേക്ക് ഇത് പോകാൻ നോക്കും. അപ്പൊ ഈ സംഭവിക്കുന്നത് എന്താ, ഈ ഇതിനകത്തുള്ള മോളിക്യൂൾ എന്ത് ചെയ്യും, സർഫസിൽ വരും. സർഫസിൽ വന്ന് കുറച്ച് നേരം നിൽക്കും. കുറച്ച് നേരം നിൽക്കുമ്പോൾ എന്ത് ചെയ്യും, ഈ എയറിലുള്ള ഓക്സിജനെ ചിലപ്പോൾ എന്ത് ചെയ്യും, ഇതിനെ അബ്സോർബ് ചെയ്തിട്ട് എന്ത് ചെയ്യും, തിരിച്ച് ലിക്വിഡിനകത്തേക്ക് പോവും. അല്ലെങ്കിൽ ഈ അകത്തുള്ള ലിക്വിഡ് ഇവിടെ വരുന്നു, ഇതിനകത്തുള്ള ഓക്സിജനെ വെളിയിലേക്ക് ഡിഫ്യൂസ് ചെയ്ത് വിടുന്നു, തിരിച്ചകത്തേക്ക് വരുന്നു. രണ്ട് കേസും നടക്കാം. വെളിയിൽ എയറിനകത്താണ് ഓക്സിജൻ കൂടുതലെങ്കിൽ, വാട്ടറിനകത്ത് ഓക്സിജൻ കുറവാണെങ്കിൽ എങ്ങോട്ടായിരിക്കും ഡിഫ്യൂഷൻ നടക്കുന്നത്, വെളിയിൽ നിന്ന് വെള്ളത്തിനകത്തേക്ക് വെള്ളം ഓക്സിജൻ ഡിഫ്യൂഷൻ ചെയ്യും. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും, ഈ വെള്ളത്തിനകത്തുള്ള എഡ്ഡി അല്ലെങ്കിൽ ഇതിനകത്തുള്ള മോളിക്യൂള് എന്ത് ചെയ്യും, സർഫസിൽ വരും. സർഫസിൽ വരുമ്പോൾ ഓക്സിജൻ എല്ലാം ഇതിനകത്ത് ഡിഫ്യൂസ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, ഇയാൾ നിശ്ചിത സമയം ഇരുന്നിട്ട് എന്ത് ചെയ്യും, തിരിച്ച് വെള്ളത്തിൻ്റെ ഉള്ളിലേക്ക് പോകും. വേറൊരു എലമെന്റ് വരും, വെള്ളത്തിൻ്റെ സർഫസിൽ വരും, ഓക്സിജനുമായിട്ട് ഡിഫ്യൂഷൻ ചെയ്യും. പിന്നെ ഇയാൾ എന്ത് ചെയ്യും, തിരിച്ച് വെള്ളത്തിനുള്ളിലേക്ക് പോകും. ഇതാണ് ഇവിടെ നടക്കുന്നത്. ഇനി ഞാൻ പറഞ്ഞു വെള്ളത്തിനകത്തുനിന്ന് സർഫസിൽ വന്ന് വെള്ളം കുറച്ച് നേരം നിൽക്കുന്നു, ആ വെള്ളത്തിൻ്റെ മോളിക്യൂൾ. ആ നിൽക്കുന്ന സമയം, കോണ്ടാക്ട് ടൈം, അതിനെ ഞാൻ എന്തുകൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്, തീറ്റ എന്ന അക്ഷരം കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ദാറ്റ് ഈസ് കോണ്ടാക്ട് ടൈം. ഫിലിം തിയറിയിൽ മോഡൽ പാരാമീറ്റർ അല്ലെങ്കിൽ അത് നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ഇമ്പോർട്ടൻറ്റ് പാരാമീറ്റർ ഫിലിം തിക്നെസ് ആണെങ്കിൽ, പെനട്രേഷൻ തിയറിയിൽ ഞാൻ ഡിഫൈൻ ചെയ്യുന്ന ഇമ്പോർട്ടൻറ്റ് പാരാമീറ്റർ എന്ന് പറയുന്നത് ഈ തീറ്റയാണ്. അതൊരു സമയമാണ്. എന്ത് സമയം, ഈ വെള്ളത്തിനുള്ളിൽ സർഫസിൽ വന്ന് ലിക്വിഡ് നിൽക്കുമ്പം എത്ര സമയം ഇവിടെ ചെലവഴിക്കുന്നു, ആ സമയമാണ് എന്താ, കോണ്ടാക്ട് ടൈം എന്ന് പറയുന്നത്. എല്ലാ മോളിക്യൂളും, അസംഷൻ എന്താ, ഈ വരുന്ന മോളിക്യൂൾ, എല്ലാ മോളിക്യൂളും ഇവിടെ ചെലവഴിക്കുന്ന സമയം എന്താ, സെയിം ആണെന്നാണ് അസ്യൂം ചെയ്യുന്നത്. അതായത് കോണ്ടാക്ട് ടൈം തീറ്റ എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. എല്ലാ പാർട്ടിക്കിളും, അകത്തുനിന്ന് ഏത് പാർട്ടിക്കിൾ വന്നാലും കോൺസ്റ്റന്റ് ടൈമിൽ അവിടെ നിൽക്കും, അബ്സോർഷൻ നടക്കും, തിരിച്ച് അകത്തേക്ക് പോകും. ഇതിന്റെ മറ്റൊരു എക്സാമ്പിൾ, ഇതൊരു എയർ ബബിൾ ആണെന്ന് വെച്ചോ. എയർ ബബിള് ഡെൻസിറ്റി കുറവാണ്ട് മുകളിലോട്ട് പോകുമ്പോൾ വാട്ടർ ലിക്വിഡ് എന്ത് ചെയ്യും, ഇതിന്റെ പുറത്തുനിന്ന് ഇങ്ങനെ നിരങ്ങി എന്ത് ചെയ്യും, അവസാനം വിടും. അതൊരു എക്സാമ്പിളാണെന്ന് ജസ്റ്റ് ഓർത്തിരുന്നാൽ മതി. റൈസിങ് ഗ്യാസ് ബബിൾ, വെള്ളത്തിനകത്തൂടെ ഗ്യാസ് ബബിൾ മുകളിലോട്ട് പൊങ്ങി വരുമ്പോൾ. ഇതിനകത്ത് മെയിൻ സംഭവം ഞാൻ ഈ പറഞ്ഞ മാത്രം ഓർത്താൽ മതി. ഒരു മോളിക്യൂൾ വെള്ളത്തിനുള്ളിലേക്ക് സർഫസിൽ വരുന്നു, കുറച്ച് സമയം അവിടെ ചെലവഴിക്കുന്നു, ഡിഫ്യൂഷൻ നടക്കുന്നു, തിരിച്ചു പോകുന്നു. ആ ഏത് പാർട്ടിക്കിൾ അങ്ങനെ വരുന്നു അതിൻ്റെ എല്ലാം ചെലവഴിക്കുന്ന സമയം സെയിം ആണ്. അതിന് പറയുന്ന കോണ്ടാക്ട് ടൈം ആണ്, ഡിനോട്ട് ചെയ്യുന്നത് തീറ്റയാണ്. ഓക്കെ. ഇനി ഇവിടെ ഉള്ള ഒരു അസംഷൻ, ഇതാ അൺസ്റ്റഡിയാണ്. നമ്മൾ ഫിലിം തിയറിയിൽ പഠിച്ചത് സ്റ്റഡി ആണെങ്കിൽ ഇവിടെ അൺസ്റ്റഡി, അതായത് ഡിഫ്യൂഷൻ നടക്കുന്നത് സെയിം അല്ല. ഈവൻ ദോ പാർട്ടിക്കിൾ ഈ ഒരു സർഫസിൽ ചെലവഴിക്കുന്ന സമയം സെയിമാണ്, പക്ഷെ ഇതിനകത്ത് നടക്കുന്ന ഡിഫ്യൂഷൻ എന്തോ, എല്ലാ പാർട്ടിക്കിളിലും നടക്കുന്ന ഡിഫ്യൂഷൻ സെയിം അല്ല. അത് സമയത്തിനനുസരിച്ച് വേരിയേഷൻ ഉണ്ട്. അതായത് അൺസ്റ്റഡി ഡിഫ്യൂഷൻ ആണ് നടക്കുന്നത്. ഈ അൺസ്റ്റഡി ഡിഫ്യൂഷൻ നടക്കുന്നത് കൊണ്ട് അൺസ്റ്റഡി ഡിഫ്യൂഷൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് ഫിക്സ് സെക്കൻഡ് ലോ. നമ്മൾ ഫസ്റ്റ് ലോ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഫിക്സ് സെക്കൻഡ് ലോ, അൺസ്റ്റഡി സ്റ്റേറ്റിലുള്ള ഡിഫ്യൂഷൻ നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഫിക്സ് സെക്കൻഡ് ലോ ആണ്. അപ്പോൾ ആ ഇക്വേഷൻ നിങ്ങൾക്കൊന്ന് അറിഞ്ഞിരിക്കണം. ഡോ സി എ ബൈ ഡോ തീറ്റ, അതായത് കോൺസെൻട്രേഷൻ ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ടൈം, കാരണം തീറ്റയാണ് ടൈം, ഈക്വൽ ടു ഡി എ ബി ഇൻറ്റു ഡോ സ്ക്വയർ സി എ ബൈ ഡോ സെഡ് സ്ക്വയർ, കോൺസെൻട്രേഷൻ ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ഡിസ്റ്റൻസ്. ഇത് ഇങ്ങനെ പഠിക്കുക. ഇതിനെ നിങ്ങൾ മോഡൽ ബൗണ്ടറി കണ്ടീഷനും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ഫൈനലി ടോട്ടൽ മോളാർ ഫ്ലക്സിൻ്റെ ഇക്വേഷൻ കിട്ടും. 2√DAB/πθ ഇൻറ്റു ഡെൽറ്റ സി എന്ന് കിട്ടും. ഇവിടെ നിങ്ങൾക്ക് കിട്ടും N ആവറേജ് ഈസ് ഈക്വൽ ടു 2√DAB/πθ ഇൻറ്റു ഡെൽറ്റ സി. എഗെയിൻ ഇത് നോക്കിയേ, NA ഈസ് ഈക്വൽ ടു KC ഇൻറ്റു ഡെൽറ്റ സി, അതുപോലൊരു സാധനമല്ലേ ആണ്. അപ്പോൾ ഈ സാധനം 2√DAB/πθ അതെന്തായിരിക്കും,
അത് മാസ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻ്റ് ആയിരിക്കും KC. അപ്പോൾ ഇവിടെ നേരത്തെ KC പ്രപ്പോർഷണൽ ടു DAB ആയിരുന്നു. കാരണം KC എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു അവിടെ? DAB/Z ആയിരുന്നു. ഇവിടെ പെനട്രേഷൻ തിയറിയിൽ നിങ്ങൾക്ക് KC ആയിട്ട് എന്താ വന്നത്? √DAB/πθ. ഇനി ശ്രദ്ധിച്ചോളുക, ഈ സംഭവം ആവറേജ് വാല്യൂവും ഇൻസ്റ്റന്റേനിയസ് വാല്യൂവുമായിട്ട് എടുക്കാം. ആവറേജ് വാല്യൂ ആണെങ്കിൽ എന്തുകൂടെ വരും? 2√DAB/πθ വരും. ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ആണെങ്കിൽ √DAB/πθ. വാട്ട് എവർ ദി കേസ്, ആവറേജ് ആണെങ്കിലും ഇൻസ്റ്റന്റേനിയസ് ആണെങ്കിലും എല്ലാം KCയും DABയും തമ്മിൽ എങ്ങനെയാണ് റിലേഷൻ? KC പ്രപ്പോർഷണൽ ടു DAB/0.5. നേരത്തെ ഫിലിം തിയറിയിൽ KC പ്രപ്പോർഷണൽ ടു DAB ആയിരുന്നെങ്കിൽ ഇവിടെ എങ്ങനെയാ? KC പ്രപ്പോർഷണൽ ടു DAB/0.5 അല്ലെങ്കിൽ KC പ്രപ്പോർഷണൽ ടു √D. അതും ഓർത്തിരിക്കുക. ഇനി ഇദ്ദേഹം പറയുന്ന അസംഷൻസ് ഫസ്റ്റ് എന്താ? ഓൾ എലമെന്റ്സ് സ്റ്റേ ഫോർ സെയിം എമൗണ്ട് ഓഫ് ടൈം തീറ്റ. നമ്മൾ പറഞ്ഞു എല്ലാ എലമെന്റും സർഫസിൽ ബൾക്കിൽ നിന്ന് വരുന്നു, സർഫസിൽ ഒരേ സമയം നിൽക്കുന്നു, തിരിച്ചു പോകുന്നു. പക്ഷേ ഒരേ സമയം നിന്നെന്ന് പറഞ്ഞ് ഇതിനകത്ത് നടക്കുന്ന ഡിഫ്യൂഷൻ സെയിം ആവണമെന്നില്ല. ഡിഫ്യൂഷൻ എങ്ങനെ? അൺസ്റ്റഡി എന്ന് പറഞ്ഞു. അതുപോലെ നമ്മൾ പറഞ്ഞു ഇവിടെ ആരൊക്കെയാ? ലിക്വിഡ് ഗ്യാസ് ഇന്റർഫേസ് ആണ് നടക്കുന്നത്. ഓക്കെ, ഇനി ഇത് ഞാൻ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ മെക്കുകാരുള്ളത് കൊണ്ട് ഞാൻ ഇട്ടേക്കുന്നേ ഉള്ളൂ. മെക്കിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും തെർമൽ ഡിഫ്യൂസിബിലിറ്റിയുടെ ഒരു ഇക്വേഷൻ, (T/(X²) + (T/(Y²) + (T/(Z²)). അതായത് എന്ത്? ടെമ്പറേച്ചർ വേരിയേഷൻ വിത്ത് റെസ്പെക്ട് ടു ഡിസ്റ്റൻസ് ഇൻ X ഡയറക്ഷൻ, Y ഡയറക്ഷൻ, Z ഡയറക്ഷൻ. ഇതെന്ന് പറയുന്നത് 1/α. ആൽഫ എന്ന് പറഞ്ഞാൽ ആരാ? തെർമൽ ഡിഫ്യൂസിബിലിറ്റി ഇൻറ്റു വേരിയേഷൻ ഇൻ ടെമ്പറേച്ചർ വിത്ത് റെസ്പെക്ട് ടു ടൈം. നമ്മൾ പറഞ്ഞു ഈ ഡിഫ്യൂഷൻ കോഎഫിഷ്യൻ അല്ലെങ്കിൽ ഡിഫ്യൂസിവിറ്റി ആർക്ക് തുല്യമാണ്? ടെമ്പറേച്ചറിലാണെങ്കിൽ തെർമൽ ഡിഫ്യൂസിബിലിറ്റിക്ക്, മൊമെൻറ്റത്തിലാണെങ്കിൽ മൊമെൻറ്റം ഡിഫ്യൂസിബിലിറ്റിക്ക് സെയിം ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഇത് കോൺസെൻട്രേഷൻ ടേമിലേക്ക് മാറ്റി എന്ത് വരും? (2CA) വിത്ത് റെസ്പെക്ട് ടു X കോൺസെൻട്രേഷൻ ചേഞ്ച്, വിത്ത് റെസ്പെക്ട് ടു Y കോൺസെൻട്രേഷൻ ചേഞ്ച്, വിത്ത് റെസ്പെക്ട് ടു Z കോൺസെൻട്രേഷൻ ചേഞ്ച് ഈസിക്കൽ ടു ആൽഫയ്ക്ക് പകരം 1/DAB ഇൻറ്റു (CA/θ). അതായത് വിത്ത് റെസ്പെക്ട് ടു ടൈം കോൺസെൻട്രേഷൻ. നമ്മൾ എക്സും വൈ ഒന്നും എടുക്കുന്നില്ല, Z മാത്രമേ എടുക്കുന്നുള്ളൂ. അന്നേരം നിങ്ങൾക്ക് എന്ത് കിട്ടും? ഈ സാധനം കിട്ടും. ഇത് തന്നെയാണ് നിങ്ങൾ ഫിക്സ് സെക്കൻഡ് ലോയിൽ കാണാൻ പറ്റുന്നത്. ഇത് മെക്കുകാർക്ക് റിലേഷൻ ചെയ്യാനായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇത് സിവിലുകാർ പേടിക്കൊന്നും വേണ്ട. ഇത് നിങ്ങൾക്ക് ഇത് അറിഞ്ഞില്ലെങ്കിലും ഒരു പ്രശ്നമില്ല. പക്ഷെ ഫിക്സ് ലോ ഇതറിയണം. സെക്കൻഡ് ലോ എന്താണ്? കോൺസെൻട്രേഷൻ ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ടൈം (CA/θ) ഈസിക്കൽ ടു DAB ഇൻറ്റു (2CA/Z²). ഓക്കെ, ഇനി ബൗണ്ടറി കണ്ടീഷൻ വരുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ സംഭവം കിട്ടും. അതും അറിഞ്ഞിരിക്കുക. എന്താ? NAV ഈസിക്കൽ ടു ഇൻസ്റ്റന്റേനിയസ് ആണെങ്കിൽ √DAB/πθ ഇൻറ്റു ΔC. ആവറേജ് ആണെങ്കിൽ 2√DAB/πθ. വാട്ട് എവർ ദി കേസ്, KC എങ്ങനെ? DABക്ക് ഇൻവേഴ്സ്ലി (0.5). ഓക്കെ, അപ്പോൾ ഇവിടെ മോഡൽ പാരാമീറ്റർ എന്താ? മോഡൽ പാരാമീറ്റർ തീറ്റ. ഫിലിം തിയറിയിലെ ഡെൽറ്റ പോലെ ഇവിടെ മോഡൽ പാരാമീറ്റർ തീറ്റ. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ഇതും പഠിച്ചു, പെനട്രേഷൻ തിയറി. ഫൈനലി മൂന്നാമത്തത് സർഫസ് റിന്യൂവബിൾ തിയറി. ഇത് ആരാണ് പ്രപ്പോസ് ചെയ്തത്? ഡാങ്ക്വേർട്സ് മോഡൽ. ഇത് പ്രപ്പോസ് ചെയ്ത് ഡാങ്ക്വേർട്ട് എന്താ ചെയ്തത്? നമ്മൾ പെനട്രേഷൻ തിയറി കണ്ടില്ലേ? പെനട്രേഷൻ തിയറി ഇദ്ദേഹം ഒന്ന് മോഡിഫൈ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. കാരണം അദ്ദേഹത്തിന് മനസ്സിലായി, നമ്മൾ പറഞ്ഞു എന്താ, ഈ ബൾക്കിൽ നിന്നുള്ള സാധനം സർഫസിൽ വരുന്നു, അവിടെ കോൺസ്റ്റന്റ് ടൈം നിൽക്കുന്നു, എന്നിട്ട് തിരിച്ചു പോകുന്നു. അപ്പോൾ അത് ഒരു പ്രാക്ടിക്കൽ കേസുമായിട്ട് മാച്ച് ആവുന്നില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അതുകൊണ്ട് അദ്ദേഹം പെനട്രേഷൻ തിയറി എന്ത് ചെയ്യുന്നു? മോഡിഫൈ ചെയ്തു. മോഡിഫൈ ചെയ്യുന്നത് എന്തായിരിക്കും? അദ്ദേഹം പറയുന്നു പാർട്ടിക്കിൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന ബൾക്കിൽ നിന്ന് വന്ന് സർഫസിലൊക്കെ വരുന്നുണ്ട്. പക്ഷേ എല്ലാ പാർട്ടിക്കിളും, ഇപ്പോൾ ആദ്യത്തെ പാർട്ടിക്കിൾ വന്ന് 5 സെക്കൻഡ് നിന്ന് ഡിഫ്യൂഷൻ നടന്ന് തിരിച്ചു പോയെങ്കിൽ രണ്ടാമത്തെ പാർട്ടിക്കിൾ ചിലപ്പോൾ 3 സെക്കൻഡ് ആയിരിക്കും നിൽക്കുന്നത്, ഡിഫ്യൂഷൻ നടക്കുന്നു, തിരിച്ചു പോകുന്നു. വേറെ പാർട്ടിക്കിൾ വന്ന് ചിലപ്പോൾ 10 സെക്കൻഡ് നിൽക്കും, എന്നിട്ട് ഡിഫ്യൂഷൻ നടക്കുന്നു, തിരിച്ചു പോകും. അദ്ദേഹം എന്ത് മാറ്റി? തീറ്റ എന്ന് പറയുന്ന സാധനം കോൺസ്റ്റന്റ് അല്ല, അല്ലാതെ കോണ്ടാക്ട് ടൈം എന്താ? കോൺസ്റ്റന്റ് അല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പം കോണ്ടാക്ട് ടൈം കോൺസ്റ്റന്റ് അല്ല, വേരിയേഷൻ ആക്കി ഉള്ള പെനട്രേഷൻ തിയറി മോഡിഫൈ ചെയ്ത സാധനമാണ് എന്ത്? സർഫസ് റിന്യൂവൽ തിയറി എന്ന് പറയുന്നത്. അത് പ്രപ്പോസ് ചെയ്തത് ഡാങ്ക്വേർട്ട്. ഇവിടെയും
പെനട്രേഷൻ തിയറിയുടെ മോഡിഫിക്കേഷൻ ആണല്ലോ. അപ്പം ഇവിടെ എന്താ, അൺസ്റ്റഡി തന്നെയാണ് നടക്കുന്നത്, അതായത് സ്റ്റഡി സ്റ്റേറ്റ് ഡിഫ്യൂഷൻ അല്ല. ഇനി വൈ പെനട്രേഷൻ, എന്തുകൊണ്ടാണ് ഈ പെനട്രേഷൻ തിയറി ഫെയിൽ ചെയ്യുന്നത്? കോൺസ്റ്റന്റ് എക്സ്പോഷർ ടൈം ഫെയിൽസ് ഇൻ കോംപ്ലക്സ് സിസ്റ്റം. നമ്മുടെ കെമിക്കലിലുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള കുറേ സിസ്റ്റം ഉണ്ട്. നിങ്ങളുടെ ടെസ്റ്റർ ടാങ്ക്, ബബിൾ കോളം, സ്പ്രേ കോളം, ഇതെല്ലാം കെമിക്കലുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കെമിക്കൽ പ്രോസസ്സിനകത്തൊക്കെ വരുന്ന ഇൻഡസ്ട്രീസ് വരുന്ന പല പല പ്രോസസ്സിൻ്റെ ഭാഗമായിട്ടുള്ള ഇതിലൊന്നും നമുക്ക് ഈ പറയുന്ന കോൺസ്റ്റന്റ് ആയിട്ട് ഇത് നിൽക്കും എന്നുള്ള സാധനം നടക്കത്തില്ല. അതുകൊണ്ടാണ് മോഡിഫൈ ചെയ്യേണ്ട വരുന്നത്. ഇപ്പോൾ ബെറ്റർ മോഡൽ ഏതാ? ഡാങ്വേർട്ടിൻ്റെ. ഇദ്ദേഹം കോണ്ടാക്ട് ടൈം അല്ല ഇവിടെ മോഡൽ പാരാമീറ്റർ, ഈവൻ ദോ തീറ്റ ഇദ്ദേഹം വേരിങ് ആണെന്ന് പറഞ്ഞു. എന്നിട്ട് ഇദ്ദേഹം പുതിയൊരു മോഡൽ പാരാമീറ്റർ ഡിഫൈൻ ചെയ്തു, അതിന് എസ് എന്നാണ് പറയുന്നത്, ഫ്രാക്ഷണൽ റേറ്റ് ഓഫ് റീപ്ലേസ്മെന്റ് ഓഫ് എലമെന്റ്സ്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് സർഫസ് വരുന്നു, ഇതിന്റെ എത്ര ഫ്രാക്ഷനാണ് റീപ്ലേസ് ചെയ്യുന്നത്, അതായത് പ്രോബിലിറ്റി മോഡലായത്. ഈ സാധനം ഇവിടെ സർഫസ് വരുന്നു, ഇതിനകത്ത് കുറച്ച് ഡിഫ്യൂഷൻ നടക്കുന്നു, ഇത് പോകുന്നു, അടുത്ത ആൾ വരുന്നു, അതിനകത്ത് കൂടുതൽ ഡിഫ്യൂഷൻ നടക്കുന്നു, എന്നിട്ട് തിരിച്ചു പോകുന്നു. അപ്പോൾ ബേസിക്കലി ഒരു ഫ്രാക്ഷണൽ റേറ്റ് ഓഫ് റീപ്ലേസ്മെന്റ് ഓഫ് എലമെന്റ്. അപ്പോൾ ഇത്രയും സമയം വേരിയിങ് സമയത്ത് നിൽക്കുമ്പോൾ എത്രമാത്രം ഡിഫ്യൂഷൻ എന്ത് റേറ്റിൽ നടക്കുന്നു എന്നുള്ള ഒരു പാരാമീറ്റർ അദ്ദേഹം എസ് എന്ന് പറയുന്ന ഒരു പാരാമീറ്ററാണ് ഡിഫൈൻ ചെയ്യുന്നത്, ഫ്രാക്ഷണൽ റേറ്റ് ഓഫ് റീപ്ലേസ്മെന്റ് ഓഫ് എലമെന്റ്. അപ്പം ഡാങ്വേർട്ടിന്റെ സർഫസ് റിന്യൂവൽ തിയറിയുടെ മോഡൽ പാരാമീറ്റർ എന്താണ്? എസ് ആണ്. അതായത് നേരത്തെ നമ്മൾ തീറ്റ പറഞ്ഞില്ലേ കോണ്ടാക്ട് ടൈം, അതിന് പകരമാണ് എന്ത് ചെയ്തത്? അദ്ദേഹം എസ് ഇട്ടത്. ശരിക്കും നിങ്ങൾ ഇക്വേഷൻ വരുമ്പോഴത്തേക്ക് എൻ എ ആവറേജ് ഇസിക്കൽ ടു ഡെൽറ്റ സി ഇൻറ്റു റൂട്ട് ഡി എ ബി ഇൻറ്റു എസ്. നേരത്തെ നമ്മൾ പഠിച്ച പെനട്രേഷൻ തിയറിയിൽ എന്തായിരുന്നു? റൂട്ട് ഡി എ ബി ബൈ പൈ തീറ്റ, ഇങ്ങനല്ലായിരുന്നു. ഇതിനകത്ത് ഈ 1 തീറ്റയ്ക്ക് പകരമാണ് അദ്ദേഹം എന്ത് കൊണ്ടിട്ടത്? എസ് എന്ന് പറയുന്ന ഇത്. അതുകൊണ്ടാണ് 1 തീറ്റ എന്ന് പറഞ്ഞാൽ എന്തോ തീറ്റയുടെ ഫ്രാക്ഷണൽ പാർട്ട് അല്ലേ, അതുകൊണ്ടാണ് ഫ്രാക്ഷണൽ റേറ്റ് ഓഫ് റീപ്ലേസ്മെന്റ് ഓഫ് എലമെന്റ് വരുന്നത്. അപ്പോൾ 1 തീറ്റയ്ക്ക് പകരമാണ് ഡാങ്വേർഡ് എന്ത് ചെയ്തത്? എസ് എന്ന് പറയുന്ന സാധനം എടുത്ത്. 1 തീറ്റയുടെ യൂണിറ്റ് എന്തുവാ? തീറ്റ എന്ന് പറഞ്ഞാൽ ടൈമാണ്. അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് ടൈം ഇൻവേഴ്സ്. അപ്പോൾ എസിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? ടൈം ഇൻവേഴ്സ്. അങ്ങനെയൊന്നും ചോദ്യം കണ്ടിട്ടില്ല, പക്ഷെ വേഴ്സ്റ്റ് കേസ് സിനാരിയോയ്ക്ക് വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെയും എന്താ, നിങ്ങളുടെ ഇക്വേഷൻ നോക്കിയാൽ നിങ്ങൾക്ക് ക്രിസ്റ്റൽ ക്ലിയറാ. കെ സി പ്രപ്പോർഷണൽ ടു എന്താ? റൂട്ട് ഡി എ ബി എസ്. ഇവിടെയും എന്താണ്? കെ സി പ്രപ്പോർഷണൽ ടു റൂട്ട് ഡി എ ബി. ഇപ്പം ഡാങ്വേർഡിൻ്റെ സർഫസ് റിന്യൂവൽ തിയറിയും മാസ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻ്റ് എങ്ങനെയാണ്? ഡിഫ്യൂസിബിലിറ്റി ആയിട്ട് റൂട്ട് ഡി എ ബി ആയിട്ടാണ് കിടക്കുന്നത്. ഓക്കെ, അപ്പം ഇതും നമ്മൾ കണ്ടു. ഇത് നമ്മൾ പറഞ്ഞു ഇപ്പോൾ പ്രപ്പോർഷണൽ ടു അൺസ്റ്റഡി സ്റ്റേറ്റ് മാസ് ട്രാൻസ്ഫർ. ഇനി ഇത്രയും നമ്മൾ പഠിച്ചത്, അതിൻ്റെ സമ്മറി ഈ സംഭവം ഇത് മാത്രം നിങ്ങൾക്ക് അറിഞ്ഞാൽ മതി. നമ്മൾ ഇത്രയും പഠിച്ചതിൻ്റെ ഒരു നട്ട്ഷൽ എന്ന് പറയുന്ന ഈ സാധനം അറിയാമെങ്കിൽ ക്വസ്റ്റ്യൻ ഇതിൽ നിന്നായിരിക്കും വരുന്നത്. മോഡൽ പാരാമീറ്റർ. ഇപ്പോൾ എത്ര തിയറി പഠിച്ചു? ഫിലിം തിയറി പഠിച്ചു, പെനട്രേഷൻ തിയറി പഠിച്ചു, സർഫസ് റിന്യൂവബിൾ തിയറി പഠിച്ചു. ഫിലിം തിയറിയിൽ എന്തായിരുന്നു? കെ സി പ്രപ്പോർഷണൽ ടു ഡി എ ബി. പെനട്രേഷൻ തിയറിയിൽ കെ സി പ്രപ്പോർഷണൽ ടു ഡി എ ബി റേസ് ടു 0.5 അല്ലെങ്കിൽ റൂട്ട് ഡി എ ബി. സർഫസ് റിന്യൂവബിളിലും എങ്ങനെയായിരുന്നു? കെ സി പ്രപ്പോർഷണൽ ടു റൂട്ട് ഡി എ ബി. ഫിലിം തിയറിയിൽ എങ്ങനെയായിരുന്നു? സ്റ്റഡി, പെനട്രേഷനിൽ അൺസ്റ്റഡി. സർഫസ് റിന്യൂവൽ പെനട്രേഷൻ്റെ മോഡിഫിക്കേഷൻ ആയതുകൊണ്ട് അതും എന്തായിരിക്കും? അൺസ്റ്റഡി. ആദ്യത്തെ മോഡൽ പാരാമീറ്റർ ഫിലിം തിക്നെസ്, രണ്ടാമത്തെ കോണ്ടാക്ട് ടൈം, മൂന്നാമത്തെ ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് എലമെന്റ് സ്പെൻ. യെസ്, ഓക്കെ, ഈ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങൾക്ക് ഇതും നോക്കി നോക്കിയാൽ അസംഷൻസും ഓർത്തിരിക്കാം. ഇനി ഇത് കൂടാതെ ഗേറ്റിൻ്റെ ഒരു ചോദ്യം പണ്ട് 2003 കെമിക്കലിലെ ഗേറ്റിൻ്റെ ഒരു ചോദ്യം നോക്കിയാൽ അതിനകത്ത് ഇത് മൂന്നും കൂടാതെ ഒരു ബൗണ്ടറി ലെയർ തിയറി എന്ന് പറഞ്ഞ ഒരു മാച്ച് ദ ഫോളോയിങ്. ആ ക്വസ്റ്റ്യൻ നമുക്ക് ഭാവിയിൽ എപ്പോഴെങ്കിലും ചെയ്യാം, കെമിക്കൽ ഗേറ്റ് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ. അതിനകത്തൊരു മാച്ച് ദ ഫോളോയിങ് ആയിരുന്നു. അന്ന് ഈ 3 കാര്യങ്ങളുണ്ട്. അപ്പം ഇത് നിങ്ങൾക്ക് മാച്ച് ചെയ്യാം ഏതാണെന്ന് വെച്ചാൽ. പ്ലസ് അന്ന് ബൗണ്ടറി ലെയർ തിയറി എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം ഉണ്ടായിരുന്നു. ബൗണ്ടറി ലെയർ തിയറി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നിങ്ങൾ ഫ്ലൂയിഡിൽ പഠിക്കുന്ന ബൗണ്ടറി ലെയർ തിയറി ഉണ്ടല്ലോ. എന്താണ് ഫ്ലൂയിഡിൽ പഠിക്കുന്ന ബൗണ്ടറി ലെയർ തിയറി? നിങ്ങളുടെ സർഫസ്, സോളിഡ് സർഫസ് ഇവിടെ ആണെങ്കിൽ ഇവിടെ നിന്ന് മീൻ വെലോസിറ്റിയുടെ 0.99% ആവുന്ന വരെ ഉള്ളതാണ് ബൗണ്ടറി കണ്ടീഷൻ എന്ന് പറയും. അതിനകത്ത് കാണുന്നതാണ് ബൗണ്ടറി ലെയർ എന്ന് പറയുന്നത്. ഇനി ബൗണ്ടറി ലെയർ തിയറിയിൽ നിങ്ങൾ ആകെ അറിയേണ്ടത് കെ സി എന്ത്? പ്രപ്പോർഷണൽ ടു ഡി എ ബി റേസ് ടു 2/3. ഇതൊന്ന് ഓർത്തിരിക്കണേ, കാരണം ഓൾറെഡി ഗേറ്റിൻ്റെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയി ഇവരുടെ. അതുകൊണ്ട്
കെ സി പ്രൊപ്പോർഷണൽ ടു ഡി എ ബി റൈസ് ടു 2/3. അത് മാത്രം അറിഞ്ഞാൽ മതി, വേറെ ആധികാരികമായിട്ട് ഒന്നും അറിയണ്ട. അതും വേണമെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് എവിടെയെങ്കിലും എഴുതി വെച്ചോ. കെ സി പ്രൊപ്പോർഷണൽ ടു ഡി എ ബി റൈസ് ടു 2/3 ബൗണ്ടറി ലെയർ തിയറി. ഇനി ഇത് പറഞ്ഞുകൊണ്ട് എന്തായാലും ഇത്രയും പറഞ്ഞു. അപ്പോൾ അതുകൂടെ പറയാം. ഇത് എന്തായിരിക്കും, സ്റ്റഡി സ്റ്റേറ്റ് ആണോ അൺസ്റ്റഡി സ്റ്റേറ്റ് ആണോ? ഇത് ഓർക്കുക, ഇതും എന്താ, സ്റ്റഡിയാണ്. ആദ്യത്തെ ഫിലിം തിയറിയുടെ പോലെ തന്നെ എന്താ, ഇതും സ്റ്റഡിയാണ്. ഇവിടെ ബൗണ്ടറി ലെയർ തിക്നെസ് ഒക്കെയാണ് വരുന്നത്. അത് മോഡൽ പാരാമീറ്റർ നിങ്ങൾ ഓർക്കണ്ട, സ്റ്റഡിയാണ് എന്ന് അറിഞ്ഞിരിക്കുക. കെ സി പ്രൊപ്പോർഷണൽ ഡി എ ബി റൈസ് ടു 2/3 ആണെന്നറിയാം. 2/3 എന്ന് പറഞ്ഞാൽ എത്ര, 0.67. ഇപ്പോൾ ചിലപ്പോൾ ഓപ്ഷനിൽ പ്രൊപ്പോർഷണൽ ഡി എ ബി റൈസ് ടു 0.67 എന്നായിരിക്കും. അങ്ങനെയാണെങ്കിൽ അത് എടുത്തോളൂ. അതൊരു ഗേറ്റ് വന്നുകൊണ്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇനി അത്രേ ഉള്ളൂ തിയറീസ്. ഇതിനകത്ത് നിങ്ങൾ ഈ നോട്ട് തരുമ്പോൾ നിങ്ങൾ ഇത് റിവൈസ് ചെയ്യാൻ ഈ ഒരു സംഭവം മാത്രം മതിയാവും. ഇത് ഞാൻ അതുകൊണ്ട് ആദ്യം ഇങ്ങനെ കൊടുത്തത്. ഫിലിം തിയറി മെയിനായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പെനട്രേഷൻ തിയറി ഹിഗ്ബി ആണ്, കോൺസ്റ്റന്റ് ഇതാണ്, അൺസ്റ്റഡി ആണ്, മാസ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ് തമ്മിൽ റൂട്ടായിട്ടാണ് കിടക്കുന്നത്. സർഫസ് റിന്യൂവൽ അങ്ങനെ ഡാങ്വേർഡ് ആണ്. ഇവിടെയും പെനട്രേഷൻ തിയറിയുടെ ഇതാണ്. എസ് സർഫൽ റിന്യൂവൽ റേറ്റ് ആണ് കോൺസ്റ്റന്റ് ആയിട്ട് വെക്കുന്നത്. ഇവിടെ എന്തുവാ, പ്രൊപ്പോർഷണൽ ടു റൂട്ട് ഡി എ ബി ആണ്. അപ്പോൾ ഈ ഒരു സംഭവം മാത്രം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ പിക്ചർ ക്ലിയർ ആവും. നിങ്ങൾ റിവൈസ് ചെയ്യുമ്പോൾ, കാരണം അഗെയിൻ ഇതിനകത്ത് കുറേ പേര് കെമിക്കൽ ആദ്യമായിട്ടാണ് പഠിക്കുന്നത്, പ്ലസ് നിങ്ങൾക്ക് സമയമില്ല. അപ്പം ഇത് ക്ലാസ് കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതൂടെ ഇടയ്ക്കിടയ്ക്ക് എല്ലാ ദിവസവും ഇത് നോക്കുക. 5 മിനിറ്റ് വേണ്ട, ജസ്റ്റ് നോക്കുക, റിവൈസ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിന്ന് പോകത്തുമില്ല. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ തിയറീസ്, മാസ് ട്രാൻസ്ഫർ തിയറീസ്. ഇനി വേറൊരു കാര്യം കൂടി ഇതിൻ്റെ കൂടെ ഞാൻ പറയുവാണ്, മാസ് ട്രാൻസ്ഫർ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മാസ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻ്റ് പഠിച്ചായിരുന്നു. ഏതൊക്കെയായിരുന്നു ഞാൻ പറഞ്ഞു, ഒരിക്കലും മറക്കല്ലേ. കെ എക്സ്, കെ സി, കെ എക്സ്, കെ വൈ, കെ ജി, അവർ തമ്മിലുള്ള റിലേഷൻസും പഠിച്ചു. എന്തായിരുന്നു, കെ എക്സ് ഈസ് ഈക്വൽ ടു സി കെ സി, കെ വൈ ഈസ് ഈക്വൽ ടു പി ടി ഇൻറ്റു കെ ജി, ഇത് പഠിച്ചു. പിന്നീട് അവരുടെ യൂണിറ്റ് നമ്മൾ പഠിച്ചു. യൂണിറ്റ് എന്തായിരുന്നു, ആദ്യത്തെ 2 ആൾക്കാർ. കെ സി എന്തായിരുന്നു, ഫോർമുലയും നിങ്ങൾക്ക് അറിയാം. കെ സി എന്താ, ഡി എ ബി ബൈ സെഡ്. ഇതിൻ്റെ യൂണിറ്റ് എന്തായിരുന്നു, മീറ്റർ പെർ സെക്കൻഡ്. വെലോസിറ്റി യൂണിറ്റ് അല്ലേ? അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഡിഫ്യൂസിവിറ്റിയുടെ യൂണിറ്റ് എന്ത്, മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ഡിവൈഡഡ് ബൈ മീറ്റർ. മീറ്റർ ക്യാൻസൽ ചെയ്തു, എന്ത് ചെയ്യുന്നു, മീറ്റർ പെർ സെക്കൻഡ്. അപ്പം മീറ്റർ പെർ സെക്കൻഡ് ആയിരുന്നു കെ സിയുടെ. കെ എക്സ് എന്തായിരുന്നു, സി കെ സി എന്നല്ലേ പറഞ്ഞു. അപ്പം എന്ത് വരും, സി ഡി എ ബി ബൈ സെഡ്. ഇതിൻ്റെ യൂണിറ്റ് എന്ത് വരും, സി എന്ന് പറഞ്ഞാൽ എന്താ, കോൺസെൻട്രേഷൻ അല്ലേ. കിലോ മോൾ ബൈ മീറ്റർ ക്യൂബ് ഇൻറ്റു ഡി സി എ ബി എന്ന് പറഞ്ഞാൽ മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ഇൻറ്റു സെഡ് മീറ്റർ. മീറ്റർ സ്ക്വയർ ഇവിടെ മീറ്റർ പോയി, അവസാനം എന്ത് വരും, കിലോ മോൾ പെർ മീറ്റർ സ്ക്വയർ ഇൻറ്റു സെക്കൻഡ്. ഇത് ആരുടെ യൂണിറ്റ്, മോളാർ ഫ്ലക്സ്. ഓർമ്മയുണ്ടോ, യൂണിറ്റ് ഏരിയയിലൂടെ യൂണിറ്റ് സെക്കൻഡിൽ എത്ര മോള് പോകുന്നു, മോളാർ ഫ്ലക്സിന് തുല്യം. ഇതെല്ലാം നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചത് നിങ്ങൾ ഓർപ്പിക്കുന്നേ ഉള്ളൂ. കാണാത്തവർ ആ വീഡിയോ ഒന്ന് കാണുക. ഇനി അത് മാസ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ് ആയിരുന്നു. ഇവിടെ പഠിക്കാനുള്ളത് മാസ് ട്രാൻസ്ഫർ റെസിസ്റ്റൻസ്. ഏറ്റവും കുഞ്ഞു ക്ലാസ്സിൽ നിങ്ങൾ പഠിക്കുന്ന റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ ടോപ്പിക് ആദ്യം പഠിച്ച ഏത് ഇതില, ഇലക്ട്രിക്കൽ. വി ഈസ് ഈക്വൽ ടു ഐ ആർ. ആർ എന്ന് പറഞ്ഞാൽ വി ബൈ ഐ. എന്തുകൊണ്ടാ കറണ്ട് ഓടുന്നത്, വോൾട്ടേജ് ഡിഫറൻസ് കൊണ്ടല്ലേ. അപ്പം റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ വി ബൈ ഐ എന്നറിയാലോ, എഴുതാമല്ലോ. ഡെൽറ്റ വി എന്താ, കറണ്ട് ഓടാനുള്ള ഡ്രൈവിംഗ് ഫോഴ്സ് വോൾട്ടേജ് ഡിഫറൻസാ. ഡെൽറ്റ വി ബൈ ഐ ആണെന്ത്, റെസിസ്റ്റൻസ്. ഇതേ രീതിയിൽ നിങ്ങൾ ചിന്തിച്ച നമ്മൾ പഠിച്ചത് എന്താ, നമ്മൾ പഠിച്ചത് എൻ എ മോളാർ ഫ്ലക്സ് ഈസ് ഈക്വൽ ടു കെ സി ഇൻറ്റു ഡെൽറ്റ സി. റെസിസ്റ്റൻസ് എന്തായിരുന്നു, ഡ്രൈവിംഗ് ഫോഴ്സ് ഡെൽറ്റ സി ബൈ എൻ എ എന്ന് പറഞ്ഞാൽ എന്ത് വരും, 1/kc. ഇതിൽ നിന്നാണ് നമ്മൾ പറയുന്നത് 1/kc. അപ്പോൾ എന്താ, റെസിസ്റ്റൻസാ. അവിടെ കറണ്ടിന്റെ റെസിസ്റ്റൻസ് ആണെങ്കിൽ ഇവിടെ ആരുടെ റെസിസ്റ്റൻസാ, മാസ് ട്രാൻസ്ഫറിന്റെ റെസിസ്റ്റൻസ്. അതായത് മാസ് ട്രാൻസ്ഫർ ചെയ്ത് പോകുമ്പോൾ അതിനൊരു റെസിസ്റ്റൻസ് ഇല്ലെങ്കിൽ ഈസി ആയിട്ട് അപ്പോഴേ ട്രാൻസ്ഫർ ചെയ്ത് പോകണ്ടേ.
റെസിസ്റ്റൻസ് ഉണ്ട്. ആ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1/kc അല്ലെങ്കിൽ എന്ത് പറയാം 1/kx. അതായത് ബേസിക്കലി എന്ത് റെസിപ്രോക്കൽ ഓഫ് മാസ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ്. ഇപ്പോൾ മാസ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ് റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ എന്താ? മാസ് ട്രാൻസ്ഫർ റെസിസ്റ്റൻസ് ആണ്. നേരത്തെ യൂണിറ്റ് ഞാൻ ഓർമ്മിപ്പിച്ചതിൻ്റെ കാര്യം, മാസ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ് യൂണിറ്റ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ മാസ് ട്രാൻസ്ഫർ റെസിസ്റ്റൻസ് യൂണിറ്റ് എന്ത് ചെയ്താൽ തിരിച്ചിട്ടാൽ മതി. നമ്മൾ പറഞ്ഞു കെ സിയുടെ യൂണിറ്റ് എന്താ? വെലോസിറ്റിയാണ്, മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ 1/kc എന്താ? സെക്കൻഡ് പെർ മീറ്റർ. 1/kx ആണെങ്കിലോ സെക്കൻഡ് മീറ്റർ സ്ക്വയർ അല്ലെ മീറ്റർ സ്ക്വയർ സെക്കൻഡ് പെർ കിലോ മോൾ. അപ്പോൾ അത് ഏതാണോ മാസ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ് എടുക്കാം, അത് ഏതും എടുക്കാം. കെ സി എടുക്കാം, കെ എക്സ് എടുക്കാം, കെ വൈ എടുക്കാം, വാട്ടവർ. എല്ലാം വെള്ളത്തിലായതുകൊണ്ട് കെ എക്സും കെ സിയും എടുക്കാം. റെസിപ്രോക്കൽ ഓഫ് മാസ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റിന് എന്ത് പറയും? മാസ് ട്രാൻസ്ഫർ റെസിസ്റ്റൻസ്. ഇനി മെക്കുകാരുണ്ടെങ്കിൽ മെക്കുകാർക്ക് വേണമെങ്കിൽ സിമ്പിളായിട്ട് ഇത് ആലോചിക്കാം. ഈ പറയുന്ന ബൾക്കിലുള്ള മാസ് ട്രാൻസ്ഫറിൻ്റെ എല്ലാ കാര്യവും സിമിലർ ടു നിങ്ങളുടെ ഹീറ്റ് ട്രാൻസ്ഫർ. നിങ്ങൾ ഹീറ്റ് ട്രാൻസ്ഫറിൽ പഠിക്കും എന്താ കൺവെക്റ്റീവ്. എനിക്ക് നിങ്ങളുടെ സിലബസിൽ ഉണ്ടെന്ന് തോന്നുന്നു കൺവെക്ഷൻ. കൺവെക്റ്റീവ് ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ ഇക്വേഷൻ Q = H∆T പഠിച്ചിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ അതിൽ നിങ്ങൾ പഠിക്കും കൺവെക്റ്റീവ് ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നതാണ് എന്ത്? ഈ H. അവിടെ ΔT ഡ്രൈവിംഗ് ഫോഴ്സ് ബൈ Q എന്ന് പറഞ്ഞാൽ എന്ത്? 1/h. 1/hനാണ് നിങ്ങൾ അവിടെ പഠിക്കുന്ന ഹീറ്റ് ട്രാൻസ്ഫർ റെസിസ്റ്റൻസ്. അപ്പോൾ എഗെയിൻ എല്ലാം തെർമലുള്ളതും ഫ്ലൂയിഡിലുള്ളതും മാസിലുള്ളതും എല്ലാം റിലേറ്റഡാണ്. മെക്കുകാർക്ക് ഇത് കുറച്ചുകൂടെ റിലേറ്റ് ചെയ്യാൻ വരും. സിവിലുകാർക്ക് ഒന്നുമില്ല, ഞാൻ ഈ പറഞ്ഞ പോലെ മാസ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ് റെസിപ്രോക്കലാണ് മാസ് ട്രാൻസ്ഫർ റെസിസ്റ്റൻസ്. യൂണിറ്റും ഓർത്ത് വെക്കുക, യൂണിറ്റ് ഇമ്പോർട്ടൻ്റ്. DABയുടെ ഡിഫ്യൂഷൻ കോഎഫിഷ്യന്റ് യൂണിറ്റ് അറിയണം, മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്. മോളാർ ഫ്ലക്സിൻ്റെ എന്തായിരുന്നു? മോൾ പെർ മീറ്റർ സ്ക്വയർ സെക്കൻഡ്. എല്ലാം ഇമ്പോർട്ടൻ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയും മതി. നമ്മൾ മാസ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇത്രയും കൊണ്ട് നമുക്ക് മാസ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻസ് മാസ് ട്രാൻസ്ഫർ തിയറീസ് നമുക്ക് അവസാനിപ്പിക്കാം. അപ്പോൾ അടുത്ത ക്ലാസ് മുതൽ നമ്മൾ മാസ് ട്രാൻസ്ഫറിൻ്റെ ആപ്ലിക്കേഷൻസ്, അബ്സോർപ്ഷൻ, ഡിസ്റ്റിലേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. Okay, thank you. Thank you, sir.